എനിക്ക് കിരീടത്തിനപ്പുറത്തേക്ക് ചെങ്കോലിനോട് കുറച്ചുകൂടെ ഒരു ഇഷ്ടമുണ്ട്. വയലൻസ് കുറച്ചുകൂടി പോയി. അവസാനം അതാണ് എൻ്റെ ഒരു കുഴപ്പം. ഇത്രേ ഉള്ളൂ. പെണ്ണ് പഴിച്ചു പോകുന്നതും ഇയാൾ അതിൻ്റെ പുറത്ത് കാത്തു നിൽക്കുന്നതൊക്കെ പറയുന്നത് അതൊക്കെ ഒരു കുറച്ച് ഭീകരമായി. ഇയാളുടെ അനീതി അത് ലാലേട്ടൻ്റെ അവിടുത്തെ ഒരു അഭിനയമൊക്കെ ഉണ്ട് ഇങ്ങനെ. അതൊക്കെ ഉണ്ട്. അല്ല, സംഭവമൊക്കെ ഉള്ളതായിരിക്കും, പക്ഷെ നമുക്ക് താങ്ങാൻ പറ്റാണ്ടായി. അയാൾക്ക് ആ ദുഃഖം കറക്റ്റായിട്ട് ആ മുഖത്ത് ഉണ്ട്. പിന്നെ അയാൾ ഭയങ്കര സംഭവം അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ലാല് ഒരു ഭയങ്കര ജീനിയസ് തന്നെയാണ്. എപ്പോഴും ഞാൻ അനുഭവിച്ചറിഞ്ഞല്ലോ അടുത്തിരുന്നിട്ട് അയാളുടെ അഭിനയത്തിൻ്റെയൊക്കെ. അബ്ദുള്ളയിൽ പിന്നെ പാട്ട് പാടുന്ന ആളാണെന്ന് തോന്നിപ്പോകൂലേ? തോന്നുന്നത് അസാധ്യമായിട്ട് ചെയ്യും. പിന്നെ ഞാൻ ഇപ്പുറത്തിരിക്കുന്നപ്പോൾ അയാൾക്ക് കുറച്ചുകൂടി ഉഷാറായി. അല്ല, ഞാനൊന്ന് പുള്ളിയുടെ നോക്കിയത് ഞാൻ സ്വാഭാവികമായിട്ട് ചെയ്തത്. എനിക്കത്ര അഭിനയത്തിനെ പറ്റി അറിയില്ല. ഞാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ത്രില്ലായി. പിന്നെ എന്നിട്ട് അതൊക്കെ ബൈഹാർട്ട് പിടിച്ചു പുള്ളി കംപ്ലീറ്റ്. സ്വരങ്ങളൊക്കെ ബൈഹാർട്ടായി, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. നല്ല ഉഷാറായിട്ട് ചെയ്തു. അബ്ദുള്ള ഒരു വലിയൊരു സംഭവമാണ്. അത്രയും നമ്മളെ ധരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മ്യൂസിക് ഉള്ളിൽ നിന്ന് വരുന്നത്. അതെ, അങ്ങനെ അതാണല്ലോ അഭിനയം. പിന്നെ ഒന്നാണ്, ഇതൊന്നും കാര്യമില്ല. എന്നോട് ഈയിടെ അതായത് ലാലിൻ്റെ വില്ലനായിട്ട് വരുന്നു എന്നുള്ള രീതിയിൽ ഒരാൾ എന്നോട് സംസാരിച്ചു. സിനിമനോട് അന്നാൻ എനിക്ക് വിഷമമായിരുന്നു. ലാലിൻ്റെ വില്ലനായിട്ടല്ലേ വരുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെ നിട്ടോ, എനിക്ക് മനസ്സിലായില്ല, എനിക്കങ്ങനെ തോന്നിയില്ല. അവർ അല്ല, ഈ കാണുന്നവർക്ക് അങ്ങനെയല്ല, വളരെ വിശാലമായിട്ട് ചിന്തിക്കും. ലാലിനെ തോപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അങ്ങനെ കാണുന്നുണ്ട് ആൾക്കാർക്ക്. അതെ, അതൊരു രസമാണ്. അതെ, നിങ്ങൾ അങ്ങനെ പറയുന്നത് ഓക്കെ, പക്ഷെ എനിക്കങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ ആരെയും തോപ്പിക്കുന്നില്ലല്ലോ. ഇല്ലല്ലോ. അവസാനം കെട്ടിപ്പിടിച്ച് പിരിയല്ലേ. അല്ല, അവസാനല്ലേ ആവുന്നുള്ളൂ. ആദ്യം നമ്മൾ വരുന്നത് വെള്ളം പിടിച്ചിട്ടല്ലേ. അതൊക്കെ ആൾക്കാർ. പക്ഷെ നല്ല ക്യാരക്ടറായിരുന്നു. പിന്നെ നല്ലതായിരുന്നു. അതൊക്കെ ലോഹിയുടെയാണ്, ലോഹിദാസിന്റെ എഴുത്താണ്. പിന്നെ ഭദ്രന്റെ ഒരു പടത്തിൽ നമ്മളെ ഈ വെള്ളിത്തിരയില് നീ മണിമുകിലാടകൾ ആടി ഉലഞ്ഞത്, അതും ചേട്ടനാണ്. അതും രസമാണ്. നീ എന്ന് പറയുന്ന പ്രയോഗമുണ്ട്, മണിമുകിലാടകളാടി ഉലഞ്ഞൊരു മിന്നൽ. അതെ, ഈ മിന്നൽ എന്ന് പറയുന്നത് അത് സാറ് വേറൊരു പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതില് ഉപയോഗിച്ചിരിക്കുന്ന മിന്നലഴകേ ഒന്നു നില്ല്, എന്ത് ദാഹം കണ്ടു നിൽക്കാൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ സാറ് വേറൊരു പ്രാവശ്യം കൂടെ മിന്നലിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. മിന്നലേ മിന്നലേ താഴെ വരൂ എന്നൊരു പാട്ട്. അപ്പൊ ഞങ്ങൾ പറയും, മിന്നൽ താഴെ വന്ന വിവരം അറിയും. ചെറിയ മിന്നൽ പറ്റില്ല, ചെറിയ എല്ലാ മിന്നലും താഴെ വരുന്നുണ്ട്. അവസാനമുള്ളൂ. അതെ അതെ, എർത്തിൽ തൊട്ടാലേ പോവുള്ളൂ. അല്ലെങ്കിൽ എർത്തിലെ ഏതെങ്കിലും സ്ഥലത്ത് മരത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ ഇതിന്റെ മുകളിലോ എവിടെയെങ്കിലും വലിയ കൊടിമരത്തിന്റെ മുകളിലോ തട്ടിയിട്ട് അത് പോവുക. സാർ, അതേപോലെ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുമായിരുന്നു. ഈ ദൂര സാഗരത്തിനകത്ത് മഴനീർ തുള്ളിയെ മുത്തായി മാറ്റും നന്മണി ചിപ്പിയെ പോലെ, അത് ഹിന്ദിയില് ബൂഞ്ചോ ബൻഗയി മോത്തി എഴുതാനുണ്ട്. ഈ മുത്തുകൾ ഉണ്ടാകുന്നത് മഴത്തുള്ളിയാണ്. ഈ ചിപ്പികൾ ഇങ്ങനെ പുറത്തേക്ക് വരികയും ആ മഴത്തുള്ളി സ്വീകരിക്കുകയും ചെയ്ത് അകത്തഴ പോകും. പിന്നെ 1000 കൊല്ലം കഴിയുമ്പോഴാണ് നമ്മൾ കാണുന്നത്. ആ ചിപ്പി അടിച്ചു പൊളിച്ച് അതിനെ കൊന്നിട്ട് നമ്മൾ ആ മുത്തെടുത്ത് പോക്കറ്റിലിടും. ONV അങ്ങനെ എഴുതിയിട്ടുണ്ട്, നെഞ്ചു കീറാതെ നേരിനെ കാട്ടാനാവില്ലെന്ന് ഈ മുത്തിച്ചിപ്പികൾ പറയുന്നു. അതാണ് പൊളിച്ചാണ് എടുക്കുന്നത്. അതന്നെ. അതെ, അതെ, നെഞ്ചു കീറാതെ നേരിനെ കാട്ടാനാവില്ലെന്ന് ഈ മുത്തിച്ചിപ്പികൾ പറയുന്നു എന്നുള്ളത്. അതെ, ചിപ്പിയെ കുറിച്ച് അത്യാവശ്യം. മുത്തേ നിന്നെ തേടി ഉള്ളിൽ വന്നു ഞാൻ, പ്രദീപ് സോമസുന്ദരം പാടി രസമുള്ള പാട്ട്, നല്ല പാട്ട്. നിന്റെ മായാജാലകങ്ങൾ തുറന്നെല്ലാം കവർന്നു ഞാൻ. രസമല്ലേ? നിന്റെ മായാജാലകങ്ങൾ തുറന്നെല്ലാം കവർന്നു ഞാൻ. ഭീകരനാണ് കാമുകൻ. അല്ല, ഈ മുത്തിനെ തേടിയിട്ട് ചിപ്പിക്കുള്ളിൽ കയറുന്ന ഒരാള്. അതെ അതെ അതെ, അത് ഞാൻ ആലോചിച്ചത്. ചിപ്പിക്കുള്ളിൽ വന്നു ഞാൻ. അത് ജോൺസൺ മാഷിന്റെ പാട്ടുകൾ ഒരുപാട് വിട്ടുപോയിട്ടുണ്ട്. ഈ അനിയനുമായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഞങ്ങള് ഈസിയാണ്, പടപടാ ചെയ്യാൻ കറക്റ്റായിരിക്കും. അവന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്കും അതെ. അവൻ പോയത് ഭയങ്കര ജീവനിൽ നിന്ന് പറിച്ചെടുത്ത പോലെയുള്ളൊരു വേദന. ഇതിലത്തെ പാട്ട് എപ്പോഴും ഓർമ്മ വരും. എന്ന് വരും നീ സങ്കടമായിപ്പോ എൻ്റെ പന്തലിൽ. അതിൻ്റെ മറുപടിയാണ് മറ്റേത്.
അടുത്ത ജന്മത്തിൽ കാണാമെന്നുള്ള ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അതിന്റെ മറുപടി സരയൂ തീരത്തു കാണാം. അവൻ പറയുന്ന പോലെ തോന്നും. ഇവിടെ അവൻ്റെ ബോഡി കൂടെ കൊണ്ടുവച്ചപ്പോൾ ഈ ശിഷ്യന്മാരെല്ലാം ഇത് രണ്ട് പാടിക്കൊണ്ടിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ കണ്ണിങ്ങ് നിറഞ്ഞ വിളിക്കുന്നുണ്ട്. ഇത്ര സാധുവാണ്, നല്ലവനാണ്. പക്ഷേ ചില കൂട്ടുകളിൽ പൊട്ടുവരുന്നുണ്ട്, മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു. അത് എത്ര പറഞ്ഞ് ഞാൻ പിടിച്ചോണ്ട് കൊണ്ടുവന്നതാണ്. എറണാകുളത്തായിരുന്നു. ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇതിലൊക്കെ ഇടപെടിച്ച് ശരിയാക്കിയത്. സാർ ഒരിക്കലും എന്തുകൊണ്ടാണ് മദ്യപിക്കാത്തത്? ഇല്ല, എനിക്കത് അറിയാവുന്നുണ്ട്. ഈ ഇത് വെമ്പരെല്ലാം കുടിച്ച് ഇത് വീഴുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ എന്തിനാ ഞാനിത് അറിയും. സ്വപ്നത്തിൽ പോലും കുടിച്ചിട്ടില്ല. മാത്രമല്ല ഇവരൊക്കെ പക്ഷേ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. വേണമൊക്കെ സിനിമയിൽ മറ്റേ റൂമിൽ പോയിക്കോളൂ കേട്ടോ, ഞങ്ങളിവിടെ തകൃതിയായിരിക്കും, നിങ്ങളിങ്ങോട്ട് വരണ്ട, അങ്ങനെ. അതായത് നിങ്ങളിരിക്കുക, കുറച്ചടിച്ച് ഒരു മസാറില്ലെന്ന് പറയും അല്ലേ, കുടിപ്പിക്കാൻ ഒരിക്കലും ചെയ്യില്ല, ഇവരാരും ചെയ്യില്ല. എനിക്ക് ഇപ്പോഴും അത്ഭുതം തോന്നുന്നത്, ഒരു തമാശക്കെങ്കിലും ഒരു പ്രാവശ്യം നോക്കാം എന്ന് ചെയ്തില്ല. ഭരതനാണെങ്കിൽ ഭരതന് മറ്റുള്ള ലഹരിയാവുക ഇതിൻ്റെ ഈ, പക്ഷേ ഒരിക്കലും നമ്മളെയൊന്നും നിർബന്ധിക്കില്ല. അദ്ദേഹം രഹസ്യമായിട്ട് ചെയ്യത്തേ ഉള്ളൂ. വലിയ മനസ്സുള്ള ആൾക്കാരവരൊക്കെ. പക്ഷേ ക്രിയേറ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാറിന് അത് ഉപയോഗിക്കേണ്ടതില്ല. ഇല്ല, ആവശ്യമില്ല. ക്രിയേറ്റിവിറ്റും അത് മറ്റൊന്നും ഒരു ബന്ധമില്ല. ഒരു ബന്ധമില്ല. ഞാൻ തെളിയിച്ചിട്ടുണ്ടല്ലോ. ഇത്രയും ചേഞ്ച് ആയിട്ടുള്ള പാട്ടുകൾ, ഇത്രയും ചേഞ്ച് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, പടങ്ങൾ, ലജ്ജാവതിയും പ്രമോദവനും നോക്കിയാൽ മതിയല്ലേ. ഇതിൽ കൂടുതൽ ചേഞ്ച് ആർക്കും ചെയ്യാൻ പറ്റില്ല. വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്, തിങ്കിങ് ഓഫ് യു. താങ്ക് യു പറയുന്നത് അതാ അത്ര. നമുക്ക് മനസ്സിൽ ചിന്തിക്കാവുന്നേ ഉള്ളൂ, ലഹരി നമുക്ക് ഉണ്ടാക്കാമെന്നേ ഉള്ളൂ. നമ്മൾ പാട്ടിനെ പറ്റി ആലോചിച്ചാൽ ലഹരിയാവും. സങ്കടങ്ങൾ വരുമ്പോഴും സാറിന് അത് വേണ്ടി വന്നിട്ടില്ല? അപ്പോഴും അതെ, ഒന്നുമില്ല. ഭയങ്കര സങ്കടങ്ങൾ വന്നാലും ഞാൻ ഒരിക്കലും അതൊന്നും ഉപയോഗിക്കില്ല. അതൊന്നും പരിഹാരമില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഡെപ്തായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായത് പലപ്പോഴും പരീക്ഷിക്കുന്ന രീതിയിൽ അത് ഞാൻ ആലോചിക്കുകയില്ല. പിന്നെ ഞാൻ വേറൊരു ആൾക്കാരെ പറ്റി നമ്മൾ വിഷമിക്കാറുമില്ല. അത് അവർ നന്നായിരിക്കട്ടെ, അവരതിനേക്കാൾ ക്യാമായിക്കട്ടെ. ഇപ്പോൾ ഗിരീഷൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുമ്പോഴും ഒക്കെ ഗിരീഷാണ് ഇതിൽ മുഴുവൻ പെട്ടുപോയ ആളല്ലേ. അപ്പോഴും ഗിരീഷൊക്കെ ഇവിടെ നിന്ന് വരുമ്പം ഇതൊന്നും മതിയേ ഉണ്ടാവില്ല, അത്ര ശ്രദ്ധിച്ചേ വരുള്ളൂ. ഒരു ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ അടുത്ത് വരിക, അത്ര ശ്രദ്ധിച്ചിട്ടാണ് എപ്പോഴും പറയും ചെയ്യാം അവനൊക്കെ. പക്ഷേ ഭയങ്കര ഇതുണ്ട് അവൻ്റെ ഉള്ളിൽ, ആ ഒരു ഫയർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ നാഴിയിൽ മുളനാഴിയിൽ ഗ്രാമം നന്മ മാത്രമാണത്. ഇതൊരു സംഭവം. ഗിരീഷ് ഒരുപാട് പിന്നെ എന്നുള്ള പാട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അവൻ്റെ. ഇനിയും പുറത്ത് കാണാൻ തരാതെ അവൻ പോയി എന്നുള്ളതാണ് സങ്കടം. ഞാൻ ഈ വഴിയിൽ വരുമ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാറുണ്ട്, ഗിരീഷ് ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനും പാടാനും ഒക്കെയുള്ള ആളാണ്. എനിക്ക് ഓർമ്മയുള്ളൊരു സംഭവിച്ചാൽ, ഗിരീഷ് മരിച്ച് കഴിഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള, മരിക്കുന്നതിന് മുമ്പേ എഴുതി കൊടുത്തിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു. ഈ കലാകൗമുദിയുടെ ലാസ്റ്റ് പേജിൽ സ്വകാര്യ എന്ന മറ്റപ്പെട്ട സാധനമുണ്ട്. അതിൽ മുഴുവൻ പല ദിക്കിലും എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അറിയാതെ അവൻ അവസാനം പറഞ്ഞത്. ഞാൻ തിരുമേനിയോട് എപ്പോഴും എനിക്ക് എന്തെങ്കിലും സംശയം തന്നെ ഫോണിൽ വിളിച്ചു ചോദിക്കും, വിളിച്ചിരിക്കുന്നുണ്ട് ഒക്കെ പറഞ്ഞിരുന്നു പുള്ളി. അത്ര സ്നേഹമുള്ള ആൾക്കാർ. അപ്പോൾ ടീമുവിനെയൊക്കെ ഭയങ്കര കാര്യമാണ്. എൻ്റെ മോനെയൊക്കെ നല്ല മനുഷ്യർ. പക്ഷേ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സങ്കടം. ആ കൂടുതലാണ് വിശ്വനും പറ്റിയത്. ഇപ്പോൾ അച്ഛനെ കുറിച്ച് പാട്ട് എഴുതിയിട്ടുള്ള സാറ് തന്നെ അമ്മമഴക്കാരന് കണ്ണിറഞ്ഞു, അതെ, കണ്ണീരിൽ ഞാൻ നനഞ്ഞു എന്ന് പറയുന്നത്. അല്ല, അച്ഛനെ പറ്റി എഴുതിയിട്ടുണ്ട് പുള്ളി. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുകയില്ലേ കാറ്റൻ. അത് മരിച്ചതിന് ശേഷമുള്ള അച്ഛനാണ്. ഞാൻ ജീവിക്കുന്ന അച്ഛനാണ് എഴുതിയത്. അത്രേ ഉള്ളൂ. അല്ല, വലിയ പ്രതിഭകൾ. എനിക്ക് ഭാസ്കരൻ മാഷൊക്കെ കൂടെ ചേർക്കാവുന്ന പ്രതിഭയാണ്. അതെ, ഭാസ്കരൻ മാഷൊക്കെ നമ്മളെ മുമ്പിന്നാണ് പോയത്. ഒരുപാട് പാട്ടുകൾ വിട്ടുപോയിട്ടുണ്ടാവാം, അതൊക്കെ നമുക്ക് വേറെ സിരിക്കാം പ്രേക്ഷകരൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നമ്മളെ ഇതിൽ ഒരുപാട് യാത്രകൾ ഇനിയും ബാക്കിയുണ്ട്. ഒന്ന് സംഗീതയാത്ര, പിന്നെ ജീവിതയാത്ര, പിന്നെ സുഹൃത്തുക്കൾ, വായന, ഉള്ളതൊക്കെ പറയാമെന്ന് നമുക്ക് വേറെ സമയത്ത് ചെയ്യാം. അതെ, എപ്പോഴും സ്വാഗതം. അതെ ഈ വീട്ടിലേക്ക് എപ്പോഴും സ്വാഗതം. അതേപോലെ എനിക്ക് ശരിക്കൊരു ഇൻഡസ്ട്രിയിൽ, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് കൈതപ്രത്തിന്റെ ഇന്റർവ്യൂ ആണ്. എനിക്ക് ഓർമ്മയുണ്ട്, ശരത് സാറിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് കൈതപ്രത്തിന്റെ ഇന്റർവ്യൂ ആണ് ചെയ്യുന്നത്. അത് ശരത് സാറാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. നിന്റെ ഇന്റർവ്യൂ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ
അങ്ങനെയാണെങ്കിൽ കൈതപ്രത്തിന്റെ കോംബോ പാട്ടുകളാണ്. ഞാൻ ആകാശദീപം എന്ന് മനോരമയൊക്കെയാണ് സംസാരിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കൈതപ്രത്തിന് എന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് സാറിനെ വന്ന് കാണുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെട്ടു ആ ഇന്റർവ്യൂ. തീർച്ചയായിട്ടും. അങ്ങനെയാണ് ഞാൻ ഈ വഴിയിൽ കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. എൻ്റെ വൈഫിൻ്റെ അനിയനുണ്ട്, ഈ ഹൈക്കോടതി ജഡ്ജാണ്, ആ കുഞ്ഞികൃഷ്ണൻ. സാർ എന്നെ വിളിച്ചിരുന്നു. നിങ്ങളെ ഭയങ്കര കാര്യമാണ്. എന്നെ വിളിച്ചിരുന്നു ഇടയ്ക്ക്. ഭയങ്കര കാര്യമാണ്. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് ഒരു ജഡ്ജിയുടെ കോൾ. അവനെല്ലാം രസിക്കുന്ന ആളാ, എല്ലാം ശ്രദ്ധിക്കുന്ന ആളാ. സാറ് പറഞ്ഞു പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ജഡ്ജിയൊക്കെ എന്തുമാത്രം പഠിച്ചിട്ടാ അവിടെ ഇരിക്കണേ, ഞാനൊക്കെ എന്ത് പഠിച്ചിട്ടാ എന്നാലോചിച്ചു. അല്ല, ഏത് കാര്യം ആ കാര്യം വേണ്ട പോലെ ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴേ ശ്രദ്ധിക്കപ്പെടുക. നമ്മൾ വേറെ പല കാര്യങ്ങളും ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം ശ്രദ്ധയോടെ ചെയ്യുക. ഞാൻ പാട്ട് ചെയ്യുമ്പോഴും അത്രേ ഉള്ളൂ. സിനിമയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, വലിയ വലിയ കാര്യങ്ങൾ, അതൊന്നും ഞാൻ ആലോചിക്കില്ല. എൻ്റെ ജോലി ഞാനത് കൃത്യമായിട്ട് ശ്രദ്ധയോടെ ചെയ്യും. ദാസേട്ടൻ പാടുമ്പോൾ എത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവോ അതുപോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും ആലോചിക്കും, ഓ ഈ മനുഷ്യൻ എത്രയാണ് കോൺസെൻട്രേറ്റ് ഉള്ളത്. ശ്രുതി, താളം, ഭാവം, ആ സിറ്റുവേഷൻ. പിന്നെ ലോകത്തിൽ വേറൊരാൾക്കും അതുപോലെ പാടാൻ പറ്റില്ല എന്നാക്കും പുള്ളി. പാടിക്കഴിഞ്ഞാൽ പിന്നെ അത് റെക്കോർഡാണ്. ആ പാട്ട് ലോകത്തിൽ ഒരാൾക്ക് അങ്ങനെ പാടാൻ പറ്റില്ല. ഇപ്പോഴും അതെ. അതുകൊണ്ടാണ് നമ്മൾ ഗന്ധർവൻ എന്ന് വിളിച്ചത്. ഇങ്ങനെ അർഹതയുള്ള ആളാണ്. ജയേടൻ പോലും അത് ഏറ്റവും പരമഭാഗ്യവാനായിട്ടുള്ള ഒരു ഗായകൻ ദാസേട്ടൻ മാത്രമേ ഉള്ളൂ. തന്നെ പുള്ളി ഹിമാലയാണെങ്കിൽ ഞാനൊരു സഖ്യപർവ്വതമായിട്ട് നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. പുള്ളി പറഞ്ഞത് ഞാനൊരു സഖ്യപർവ്വതമായിട്ടൊക്കെ നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. അതുകൊണ്ട് ഞാൻ അത്രയും വലിയ ആളാണ്. അത്രേ ഉള്ളൂ. ഗിരീഷ് പറഞ്ഞ പോലെ നാഴികയിൽ മുളനാഴിയിൽ നന്മ മാത്രം അളക്കാതെ. അതെ, അങ്ങനെ മുന്നോട്ട് പോകാം. അടുത്ത് എപ്പോ വേണിച്ചാൽ സ്വാഗതം. അതെ അതെ. അടുത്ത് കാണും വരെ ഒരു ബ്രേക്ക്. അതെ, നന്ദിയുണ്ട് സാറേ ഇത്രയും നേരം സംസാരിച്ച്. താങ്ക് യു.